പക്ഷേ ഇത് തന്നെ അല്ലാത്ത ഘട്ടങ്ങളിലുണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഞാൻ പറഞ്ഞു AD 313 മതപീഡനം ഒഴിവായി ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ തുടങ്ങിയത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് എഡിക്റ്റ് ഓഫ് മിലാൻ എന്ന് പറഞ്ഞ ഡിക്ലറേഷൻ വഴിയാണ്. മിലാൻ വിളംബരം അത് വെച്ച് സ്വാതന്ത്ര്യം കിട്ടി. അതുവരെ കാറ്റക്കൊമ്പിൽ നിന്ന സഭയാണ്, സഹനത്തിൻ്റെ തീച്ചുള്ളിൽ കിടന്ന ഒരു സഭയാണ്. ഞങ്ങൾ ഈ മാർപ്പാപ്പയുടെ മൃതസംസ്കാരമൊക്കെ നടത്തിയിരുന്നത് ഈ കാറ്റക്കൊമ്പുകളിലാണ് അല്ലേ? അതെ, ഇവിടെയും മറ്റ് രക്തസാക്ഷികളൊക്കെ എല്ലാം ആളുകൾ പിന്നെ പ്രാർത്ഥിക്കാൻ കൂടിയിരുന്നൊക്കെ കാറ്റക്കൊമ്പുകൾ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അടുത്ത മാർപ്പാപ്പ തന്നെ വലിയ പങ്ക് വഹിച്ചു. എനിക്കോട് ജൂലിയസ് ഒന്നാമനാണ് എൻ്റെ ഓർമ്മ. 337 327. അപ്പോൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ചക്രവർത്തി ഇടപെടുകയാണ്. ഇതുവരെ ചക്രവർത്തി ഇടപെട്ടിട്ടില്ല. അപ്പോൾ ആദ്യം നോമിനേഷനാണ്, പിന്നെ ആളുകളുടെ പങ്കാളിത്തം വരുന്നു. ഇപ്പോൾ ചക്രവർത്തി ഇടപെടുക, കാരണം അദ്ദേഹം മതത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അപ്പം ചക്രവർത്തിക്ക് ഒരു സേ ഉണ്ടാവുകയാണ്. അദ്ദേഹം വിശ്വാസത്തിന് ചേർന്ന് ആരാണ് നയിക്കാൻ പറ്റുന്നത് കണ്ടുകൊണ്ട് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു. അത് പിന്നീട് സംഭവിച്ച് അത് ചക്രവർത്തി മാത്രമായിരുന്നു തീരുമാനിച്ചത്? അല്ല, ചക്രവർത്തി മാത്രമല്ല, റോമിലെ വൈദികരുണ്ട്. കാരണം റോമിൽ ആ സമയത്ത് അപ്പോഴത്തേക്കും മതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ. റോമിലെ ജനവും റോമിലെ വൈദികരും പിന്നെ ചക്രവർത്തിയും ആ ഒരു ധാരണയിലാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ചക്രവർത്തിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അതിനുശേഷം കോൺസ്റ്റാൻറ്റിനസ് സെക്കൻഡ് എന്ന് പറഞ്ഞ വ്യക്തി ആര്യൻ പാഷണ്ഡത ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ആര്യൻ പാഷണ്ഡതയിൽ ചക്രവർത്തി ഈ കോൺസ്റ്റന്റൈൻ്റെ പിന്തുടർച്ചയായിട്ട് വന്നത്. അപ്പോൾ ട്രിനിറ്റേറിയനിസത്തെ എതിർത്തുകൊണ്ട്, ത്രിത്വവാദത്തെ എതിർത്തുകൊണ്ട്, നിക്കേ സൂനോസിൻ്റെ ടീച്ചിങ് എല്ലാം എതിർത്തുകൊണ്ട് ആര്യൻ പാഷണ്ഡതയെ പുൽകിയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ലിബേരിയസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മാർപ്പാപ്പയെ പുറത്താക്കി. ഫീലിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ആര്യൻ ബിഷപ്പ് വയ്ക്കുകയുണ്ടായി. അപ്പോൾ ചക്രവർത്തിമാരൊക്കെ അധികാരം കിട്ടിയപ്പോൾ പ്രശ്നം പറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ ആരായിരുന്നു മാർപ്പാപ്പ നിശ്ചയിക്കുന്ന ഘട്ടം ഭരിച്ചിരുന്ന കത്തോലിക്ക ബിഷപ്പ് മാർപ്പാപ്പയെ പുറത്താക്കിയിട്ട് ആര്യൻ മാർപ്പാപ്പയെ ആക്കുന്ന ഘട്ടം വരെയുണ്ട്. അപ്പോൾ അത് ഈ ആര്യൻ മാർപ്പാപ്പയെ ആക്കുമ്പോൾ ആ ഒരു പാഷാണ്ഡതയെ അനുഗമിച്ചിരുന്നൊരു മെത്രാനെയാണോ ആക്കിയത്? അതെ. അപ്പോൾ അത് പാപ്പയായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അത് ആൻറ്റിപ്പാപ്പായിട്ടാണ് വരുന്നത്. അത് കാരണം ആൻറ്റിപ്പോപ്പ് എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളിൽ ഇങ്ങനെ രാജാക്കന്മാർ, ഭരണകർത്താക്കൾ അവരുടെ ഇംഗിതങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ഐഡിയോളജി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആ സമയത്തും ഈ ഒരു ആര്യൻ പാഷണ്ഡത സഭയിലുണ്ടായിരുന്നു. 325 തൊട്ട് ഏകദേശം 500-600 AD വരെയുള്ള കാലഘട്ടങ്ങളിൽ ആര്യൻ പാഷണ്ഡത ശക്തമായിട്ട് യൂറോപ്പിലുണ്ടായിരുന്നു. മറ്റേ പേർഷ്യയിലും ഇന്ത്യയിലൊന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീത്വത്തെ എതിർത്തുകൊണ്ട്. അതായത് അവർ പറയുന്നത് എന്താണ് ആര്യൻ പാഷണ്ഡത എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 3 പേരുണ്ട്. പക്ഷെ 3 പേര് തുല്യരല്ല. പിതാവിനെക്കാളും ചെറുതാണ് പുത്രൻ, പുത്രനെക്കാളും ചെറുതാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള ആ രീതിയിലാണ്. പിന്നെ കോൺസബ്സ്റ്റാൻഷ്യൽ അല്ല, ഒരേ സബ്സ്റ്റൻസ് അല്ല എന്നൊക്കെ ഉള്ള ടീച്ചിങ്ങാണ്. അപ്പോൾ ഈ ആര്യൻ പാഷണ്ഡതയുടെ സ്വാധീനത്തിലാണ് 375 കൂടി ഈ വെസ്റ്റേൺ റോമൻ എംപയർ തകരുകയാണ്. എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ റോമൻ സിവിലൈസേഷനൊക്കെ തകരുകയാണ്. അതിനുശേഷം വന്ന ഈ ബാർബേറിയൻ ജർമാനിക് ട്രൈബുകളാണ്. ഓസ്ട്രോഗോസ്, വിസിഗോത്സ്, ലൊംബാർഡ്സ്, ഫ്രാങ്ക്സ്, അലൻസ് തുടങ്ങിയുള്ള ജർമാനിക് ട്രൈബ്സ് വരുന്നു. ഈ ജർമാനിക് ട്രൈബ്സ് നല്ലൊരു പങ്കും ആര്യനിസത്തെ സ്വീകരിച്ചവരാണ്. അപ്പം കത്തോലിസിസം ഉണ്ടായിരുന്നെങ്കിലും കത്തോലിസിസം ക്രമേണ വീക്കായിട്ട് ഈ ആക്രമിച്ച് കയറുന്ന പുതിയ വിഭാഗം ഈ ജർമാനിക് ട്രൈബിൽ ഏറെ പേരും ആര്യൻ മത കാഴ്ചപ്പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പിൽ പല ഭാഗത്തും ആര്യനിസം ശക്തമായിട്ട് നിൽക്കുകയുണ്ടായി. ഫ്രാൻസിലാണ് അതിൽ ആദ്യമായിട്ട് കത്തോലിസത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡോട്ടർ ഓഫ് കത്തോലിസിസം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിനെ വിശേഷിപ്പിക്കുന്നത്. ഫ്രാൻസാണ് ആദ്യമായിട്ട് കത്തോലിക്ക ഇങ്ങനെ ആര്യൻ സ്വാധീനത്തിൽ നിന്ന് കത്തോലിക്ക തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം മാർപ്പാപ്പമാരുടെ റോള് കൂടുകയാണ്, പങ്കാളിത്തം കൂടുകയാണ്. പക്ഷേ എലക്ഷൻ പ്രോസസ്സും തെരഞ്ഞെടുപ്പ് പ്രോസസ്സും
വിഭിന്നമായി തുടരുകയാണ്. ഇപ്പം ഈ കോൺസ്റ്റന്റ് സെക്കൻഡ് ഒരു മാർപ്പാപ്പയെ നിയമിച്ചല്ലോ, അത് ആൻറ്റിപ്പോപ്പ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്തായി പിന്നീട്? അദ്ദേഹം പിന്നെ അതിനുശേഷം, കാരണം കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ അല്ലല്ലോ, അദ്ദേഹം ഭരിച്ചിരുന്ന രാജാവ് അദ്ദേഹത്തിന്റെ ഇംഗിതങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരാളെ മാർപ്പാപ്പ പോലുള്ള സ്ഥാനത്തേക്ക് ഇരുത്തിയെന്നേ ഉള്ളൂ. മറ്റേ ഭരിച്ചിരുന്ന ലിബേരിയസ് മാർപ്പാപ്പയെ പുറത്താക്കിയിട്ട്. അപ്പൊ ആ സമയം കത്തോലിക്ക സഭയ്ക്ക് ആരായിരുന്നു മാർപ്പാപ്പ? അന്നേരം സഭയിൽ ലിബേരിയസ് ജീവിച്ചിരിപ്പുണ്ട്, കൊന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ പിന്തുടർന്ന് തന്നെ കത്തോലിക്കർ പോകുന്നു. റോമിലെ എന്ന് പറയുമ്പോൾ റോമിലെ ബിഷപ്പാണ് അദ്ദേഹം. ആര്യ തുടരുകയാണ്. 380 കത്തോലിക്ക വിശ്വാസം, അത് ട്രിനിറ്റേറിയൻ വിശ്വാസം റോമ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് 380 തിരുവോഷൻ ചക്രവർത്തിയുടെ കാലത്ത്. അപ്പോൾ അതിനുശേഷം ഈ കത്തോലിക്ക വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു നിലപാട് ഈ മാർപ്പാപ്പന്മാരെടുത്ത് പോവുകയുണ്ടായി. 399 തൊട്ട് 401 വരെ വർഷങ്ങൾ ഭരിച്ചിരുന്നത് ഒരു അനസ്താസ്യൂസ് ഒന്നാമെന്ന് പറഞ്ഞ മാർപ്പാപ്പയാണ്. അന്ന് ആ മാർപ്പാപ്പന്മാർ കല്യാണം കഴിച്ചിരുന്ന നമ്മൾ രേഖകളിൽ കാണുകയാണ്. അദ്ദേഹം തൻ്റെ മകനിലേക്കാണ് കൈമാറുന്നത്, ഇന്നസെൻ്റ് ഒന്നാമെന്ന് പറഞ്ഞുകൊണ്ട്. മകൻ അദ്ദേഹം 401 തൊട്ട് 417 വരെ മാർപ്പാപ്പയായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്ത് ഈ മറ്റേ ചക്രവർത്തിമാർ തിരഞ്ഞെടുക്കുന്നവർ വിവാഹിതരാവാം അല്ലേ? അങ്ങനെയുള്ള കേസുകളുണ്ട്. എല്ലാവരും അങ്ങനെ ഉണ്ടെന്നല്ല, നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട കേസുകൾ നമ്മൾ കാണുന്നു. കാരണം സെലിബസി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ കൊണ്ട് ഇവോൾവ് ചെയ്ത് വന്നതാണ്. അപ്പം അന്ന് എല്ലാവരും സെലിബ്രേറ്റ് ആകണമെന്ന് ഇല്ലായിരുന്നു എന്നാണ് ഇത്തരം കേസുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം നോമിനേറ്റ് ചെയ്ത കേസുകളുണ്ട്, ആളുകൾ വിളിച്ചു പറഞ്ഞ് മാർപ്പാപ്പ ഇതാണെന്ന് പറഞ്ഞ കേസുകളുണ്ട്. കാരണം അവരുടെ അടയാളം കണ്ടപ്പോൾ ഇങ്ങനെ സക്സഷൻ പിതാവിൽ നിന്ന് പുത്രനിലേക്ക് പോയത് കേസുകളുണ്ട്. എല്ലായ്പ്പോഴും അല്ല, ഇങ്ങനെ ഒന്നും. ആ കാലഘട്ടത്തിൽ വൈദികർക്ക് വിവാഹം കഴിക്കാമോ കത്തോലിക്ക സഭ? അന്ന് പല സ്ഥലങ്ങളിലും പല പാരമ്പര്യമാണ്. നമുക്കിപ്പം ഇത് 4-ാം നൂറ്റാണ്ടിലെ കേസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. 4-ാം നൂറ്റാണ്ടിൽ സെലിബസി അത്രയും യൂണിവേഴ്സലി കമ്പൽസറി ആയിട്ടില്ല. പക്ഷേ ക്രമേണ വെസ്റ്റേൺ ചർച്ചിൽ ഇത് കമ്പൽസറി ആയിട്ട് വരികയാണ്. സെലിബേറ്റ് പ്രീസ്റ്റ്ഹുഡ് എന്നുള്ള കാഴ്ചപ്പാട് വരുന്നുണ്ട്. 5-ാം നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ടോട് സെലിബേറ്റ് പ്രീസ്റ്റ്ഹുഡ് പതുക്കെ വരുന്നുണ്ട്. അതിന് മുന്നും നമ്മൾ കാണുമ്പോൾ സെലിബസി എന്നുള്ളത് അത്രയും ഒരു പ്രധാന ഘടകമായിട്ട് ബന്ധിപ്പിച്ചല്ല കണ്ടത്. പക്ഷേ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇത് ഇവോൾവ് ചെയ്ത് പ്രീസ്റ്റ്ഹുഡിൻ്റെ അവിഭാജ്യ ഘടകം വന്നു. ചർച്ച് ഹൈറാർക്കിയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് വരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് മാർപ്പാപ്പ പിതാവിൽ നിന്നും പുത്രനിലേക്ക് കൈമാറിയ ചുരുക്കം ചില കേസുകളുണ്ട് നടത്തില്ല. ഞാൻ പറഞ്ഞാണ്, എല്ലാ കേസും അല്ല. ഇങ്ങനെ ഒരു കേസ് സഭയ്ക്കൊരു ഇരുണ്ട കാലഘട്ടം ഉണ്ടെന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. ആ ഒരു ഇരുണ്ട കാലഘട്ടത്തിലാണ് ഇത് പെടുന്നത്. ഇത് 399 തൊട്ട് 401 വരെയാണ് ഈ അനസ്താസ്യൂസ് ഒന്നാമനുണ്ടായിരുന്നത്.